നഗരവാസികളും ഗോപീഗോപന്മാരെല്ലാം അലങ്കരിച്ചു നിജഗേഹമെല്ലാം കുലാങ്കന സങ്കുലമാം പ്രദേശം വിളക്കുവെച്ചു മണിഭിത്തി തോറും വിളക്കമുള്ളൊരാഭരണങ്ങൾ തൂക്കി. എത്രയോ നാളുകളായി ഞങ്ങളുടെ റാണിയായിരിക്കുന്ന ശോതാമ്മയ്ക്ക് ഒരു ഉണ്ണി ഉണ്ടാവാൻ പോണു. ആ സന്തോഷത്തിലാണ് ഗോപീഗോപന്മാരെല്ലാവരും. ആ ഉണ്ണി ആരാണ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞുകൂടെങ്കിലും അവരെല്ലാം ദിവസങ്ങളായി തൻ്റെ ഗ്രഹമൊക്കെ അടിച്ചു വാരി തളിച്ച് ചാണകം കൊണ്ട് മെഴുകി നല്ല കോലങ്ങളൊക്കെ വരച്ച് കുരുത്തോലകളെ കൊണ്ടും മാലകളെ കൊണ്ടും ദീപാലങ്കാരങ്ങളെ കൊണ്ടുമൊക്കെ മനോഹരമാക്കി പൈക്കളെയും പൈക്കുട്ടികളെയും ഒക്കെ നേരത്തെ കുളിപ്പിച്ച് കുഹിതൊടിച്ച് മാല ചാർത്തും. ഗോപീഗോപന്മാരും കുട്ടികളും എല്ലാം പ്രഭാതത്തിലെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരന്മാരും സുന്ദരിമാരായിട്ടും അവരങ്ങനെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി. ആ സച്ചിദാനന്ദക്കാറ്റ് വവവായുസുഖസ്പർശ പുണ്യഗന്ധവഹശ്രുചി മനോഹരമായിരിക്കുന്ന ആ കാറ്റങ്ങനെ, ആ സച്ചിദാനന്ദ കാറ്റങ്ങനെ വീശാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം ചെറുതല്ല എന്നാണ് ഭാഗവതൻ്റെ വാക്ക്. എത്രയോ മനോഹരമായി കഴിഞ്ഞു. കൃഷ്ണ എന്ന് സ്മരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആനന്ദം ഓടി വരുമ്പോൾ ആ കൃഷ്ണാവതാരത്തിന് മുമ്പ് തന്നെ അവരെല്ലാം ആനന്ദത്തിൽ ആകാടിക്കഴിഞ്ഞിരിക്കണം. മറ്റൊരു ചിന്ത പോലും ഇപ്പം ഇല്ലാതെ കണ്ടായി യശോദയ്ക്കൊരു ഉണ്ണിയുണ്ടാവണം, ഞങ്ങളുടെ റാണിക്കൊരു ഉണ്ണിയുണ്ടായി കാണാനുള്ള ആ ഗോകുലവാസികളുടെ മുഴുവനും മോഹം അത് സാധിക്കാൻ പോവാണ്. ഇപ്പം എന്താ പ്രഭാതത്തിൽ തന്നെ നൂറുകണക്കിന് വേദം പഠിച്ചതായിരിക്കുന്ന ബ്രാഹ്മണർ വേദസ്വരൂപനായിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ വേദമന്ത്രങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കുക. അനുഗ്രഹം വാങ്ങിച്ചിട്ട് കയ്യും മനസ്സും ഒക്കെ നിറഞ്ഞുകൊണ്ടാണ് ആ ബ്രാഹ്മണർ തിരിച്ചു പോണതെല്ലാം. വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ജാതകർമാദികളൊക്കെ ചെയ്തുകൊണ്ട് ആ ബ്രാഹ്മണർ പോകുമ്പോൾ ധാരാളം സ്വർണ്ണരത്നാഭരണങ്ങൾ, കമ്പിളിയുമുള്ള സാധനങ്ങൾ, അന്നമുള്ളവർ, നല്ല പൈക്കളെ കുട്ടികളോടൊപ്പം ഇങ്ങനെ കയ്യും മനസ്സും കണ്ണും നിറഞ്ഞുകൊണ്ടാണ് ബ്രാഹ്മണർ പോകുമ്പോൾ എന്തോരു കൗതുകം, എന്തോരു ചന്തമി സുന്ദര പൈതലെ കണ്ടുവോ നീ. സമ്മാനങ്ങളുമായിട്ട് പോകുമ്പോൾ ആരെങ്കിലും കണ്ടോ? എന്തൊരു ഭംഗിയാ കണ്ണനെ കാണാൻ. ശോധയുടെ കണ്ണനെ കണ്ടോ ആരെങ്കിലും? എന്തൊരു ഭംഗിയാ, കറുപ്പിനഴക് എന്ന് പറയുള്ളൂ. കറുത്ത കുട്ടിയാണെങ്കിലും എന്താ ഭംഗി. ഓരോരുത്തരും കണ്ണനെ വർണ്ണിച്ചുകൊണ്ടിങ്ങനെ പോവാ. കണ്ടോരുണ്ടോ എൻ കണ്ണനെ തണ്ടാരണി മണി വർണ്ണനെ. ഓരോരുത്തരും പാടിക്കൊണ്ട് നടക്കുമ്പോൾ ദിവസങ്ങളോളമായി കാത്തിരിക്കുന്ന ആ ഗോപികമാർക്ക് എത്രയായി സന്തോഷം എന്ന് കണക്കില്ല. ഗോപ്യസ് മൃഷ്ടമണികുണ്ഠല നിഷ്കകണ്ഠ ചിത്രാംബരാപധി ശിഖാച്യുതമാല്യവർഷ നന്ദാലയം സവലയ വ്രജതിർവിരേജുവ്യാലോല കുണ്ടളപയോധരഹാര ശോഭ. ശ്രീശബ്രഹ്മർഷി മനോഹരമായിരിക്കുന്ന ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുണ്ട് ആ ഗോപികമാരുടെ യാത്ര. സ്വതേ സുന്ദരിമാരായിരിക്കുന്ന ഗോപികമാർ കൈ നിറച്ച് പാലും വെണ്ണയും കൽക്കണ്ടവും പഴവും മിഠായിയും ഒക്കെ എടുത്തു കഴിഞ്ഞിരിക്കണം. എന്തിനാ? യശോദയ്ക്കൊരു ഉണ്ണിയുണ്ടായി അത്രേ, കാണണ്ടേ, കുട്ടിക്ക് കൊടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വരിവരിയായിട്ട് ഇങ്ങനെ പോരുമ്പോൾ അവരുടെ അരമണികളും കിങ്ങിണികളും കുപ്പിവളകളും എല്ലാം കിലുകിലും 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 എവിടെയും കൃഷ്ണ കൃഷ്ണ എന്ന ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണ് അത്രേ. അവിടെയെല്ലാം മംഗളധ്വനി ഉണ്ടാക്കിക്കൊണ്ട് ശിഖാച്യുതമാല്യവർഷ. അവരുടെ ശിരസിച്ചൂടിയിരിക്കുന്ന പൂക്കളെല്ലാം വീണുപോയിട്ട് റോഡെല്ലാം നല്ലൊരു പുഷ്പവൃഷ്ടി ചെയ്തതുപോലെ. ഇവരൊക്കെ എവിടേക്കാ പോണത്? നന്ദാലയം സ്വലയാ വ്രജതിർവിരേജുവ്യാലോല കുണ്ടളപയോധരഹാരശോഭ. അവരുടെ കാതിൽ കിടക്കുന്ന വളയങ്ങളൊക്കെ ഇങ്ങനെ കാതിൽ ആ കവിളത്തങ്ങോട്ട് തട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്തെന്നില്ലാത്ത തിടുക്കത്തോടു കൂടിയാണ് അവർ വരുന്നത്. എവിടേക്കാണ് വരുന്നത്? ഭവൽവപു സ്പർശന കൗതുകേന കരാൾക്കരം ഗോപവധൂജനേന. ഓരോ ഗോപിയയ്ക്കും ഒരേ ഒരു മോഹം മാത്രമേ ഉള്ളൂ, ഭവൽവപു, ഗുരുവായൂരപ്പ നിന്നെ എടുക്കാനുള്ള മോഹത്തോടു കൂടിയാണ്. മേൽപ്പത്തൂർ അങ്ങനെ പറഞ്ഞത്. ഭവൽവപു സ്പർശന കൗതുകേന കരാൽക്കരം ഗോപവധൂജനേന. കാണേണം
അംഗത്തിലിരുത്തിടേണം കാണിക്കണം മാകൊടണച്ചിടേണം ചുംബിക്കണം വൈദികവാണി തേടും ബ്രഹ്മത്തിനെ ഗോപികമാക്കജസ്രം. വേദങ്ങൾ പോലും ഏതൊരു ബ്രഹ്മത്തിനെയാണോ വാഴ്ത്താൻ പറ്റാതെ കണ്ട് തിരിച്ചു വരണത്, അങ്ങനെയുള്ള ബ്രഹ്മത്തിനെ കാണണം. അംഗത്തിലിരുത്തിടേണം കാണിക്കണം മാവടണിച്ചിടേണം ചുംബിക്കണം വൈദികവാണി തേടും ബ്രഹ്മത്തിനെ ഗോപികമാക്കജസം. ഓരോ ഗോപിയേക്കും ആ ഉണ്ണിയെ വാരിയെടുക്കാനും ഉമ്മ വയ്ക്കാനും താരാട്ട് പാടാനും എന്തെന്നില്ലാത്ത മോഹം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോ ഗോപിയേക്കും വരുന്ന ഗോപിയമാർക്കെല്ലാം തോളത്ത് കിടത്തണോ നെഞ്ചത്ത് കിടത്തണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ആനന്ദത്തിലാണ്. ആനന്ദമാനന്ദം ആനന്ദമാനന്ദം ആനന്ദ സുന്ദരമെന്നേ വേണ്ടു. ഓരോ ഗോപികമാരും ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആ ഉണ്ണികൃഷ്ണനെ എന്തൊക്കെയാ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാ വേണ്ടത് എന്ന് അറിയില്ലാതെ കണ്ട് ഓരോരുത്തരും ഒരു ഗോപിയെ തോളത്ത് കിടത്തി ഉറക്കാൻ തുടങ്ങി. എൻ കുഞ്ഞു ഹങ്ങിക്കൊൾ എൻ കുഞ്ഞു ഹങ്ങിക്കൊൾ എൻ കുഞ്ഞു ഹങ്ങിക്കൊൾ എൻ്റെ തങ്കം. യശോദയുടെ ഉണ്ണിയായിട്ടല്ല കാണുന്നതേ, തൻ്റെ കണ്ണനായിട്ട് കണ്ട തോളത്ത് കടിച്ച് ഇങ്ങനെ ഉറക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു പരമാനന്ദം. സച്ചിദാനന്ദക്കട്ടെ തൻ്റെ തോളത്ത് കടിച്ച് ഇങ്ങനെ താരാട്ട് പാടി അങ്ങനെ ഉറക്കുന്ന സമയത്ത് ഒരു ഗോപിയെ പറയാ, അഹോ കുമാരോമയി ദത്തദൃഷ്ടി. അതേ, നിന്റെ തോളത്ത് കിടന്ന് ഉറങ്ങാന്നല്ലേ എന്ന് വിചാരിക്കണത്. അഹോ കുമാരോമയി ദത്തദൃഷ്ടി. കുട്ടി ആരെ നോക്കണമെന്നറിയോ? എന്നെ നോക്കിക്കൊണ്ടാണ് കിടക്കണത്. കണ്ടൂടെ മൊത്ത കണ്ണു വീഴ്ച കിടക്കുന്നത്. അപ്പോൾ വേറൊരു ഗോപിയെ പറയാം, നിന്നെ നോക്കണല്ലോ സ്മിതം കൃതം മാം പ്രതിവത്സകേന. എന്നെ നോക്കിക്കൊണ്ടാ ചിരിക്കണത് എന്ന് തോന്നിയത്ര. വേറൊരു ഗോപി പറയാം, നിന്നെ നോക്കി ചിരിക്കണല്ലേ ഉള്ളൂ. ഏശേഷിമാമിത്യുപസാര്യപാണി. കുഞ്ഞു കൈ നീട്ടണുണ്ടോ? എന്നൊന്ന് എടുക്കോ ഗോപിയെ എന്ന് ചോദിക്കണ്ട്. ഇവരുടെ എല്ലുമുട്ടി കൊണ്ട എനിക്ക് വേദന എടുക്കണോ, എന്നൊന്ന് എടുക്കോ എന്നാണ് അത്ര കണ്ണൻ ചോദിക്കണത്. ഇതാണ് ബ്രഹ്മഭാവം. ഓരോരുത്തർക്കും തോന്നി തന്നോടാണ് ഇഷ്ടം, തന്നോടാണ് ഇഷ്ടം. ഇതാണ് ഈശ്വരൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ. ആർക്കാണ് കൃഷ്ണനെ സ്വന്തമാക്കാൻ പറ്റാത്തത്? ആർക്കാണ് മോഹമില്ലാത്തത്? എല്ലാവർക്കും സ്വന്തമാണെന്ന് തോന്നിക്കും, പക്ഷേ ഒരാൾക്കും സ്വന്തമാവില്ല. അതാണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ സ്വന്തമാവാന്നല്ലാതെ കണ്ട് നമ്മുടെ സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്നതാണ് മൂഢത. ഒരിക്കലും എൻ്റെ കൃഷ്ണ എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. നമുക്ക് തോന്നും എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എൻ്റെ കയ്യിലാണെന്ന് തോന്നും. വെള്ളത്തിൽ ചന്ദ്രബിംബം കാണുമ്പോൾ ചന്ദ്രബിംബം ഇങ്ങനെ വെള്ളം ഇളകുമ്പോൾ ചന്ദ്രബിംബം ഇങ്ങനെ ഇളകുമ്പോൾ നമ്മളിങ്ങനെ കൈക്കുമ്പിൾ കാണിച്ചാൽ മതി, നമ്മുടെ കൈക്കുമ്പിളിലെ വെള്ളത്തിൽ ഇതാ ചന്ദ്രൻ എൻ്റെ കയ്യിൽ എന്ന് തോന്നും. നമ്മുടെ കയ്യുമായിട്ടോ വെള്ളമായിട്ടോ വല്ല ബന്ധമുണ്ടോ അതിന്? കയ്യിൽ ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ കൈവെള്ളയിലുണ്ട് അത്ര ചന്ദ്രൻ നമുക്ക് തോന്നും, അത്രേ ഉള്ളൂ. ഇതേപോലെയാണ് ബ്രഹ്മത്തിന് നമുക്ക് കിട്ടിയെന്ന് തോന്നും, പക്ഷെ ആർക്കാ ഭഗവാനെ കിട്ടുക? ഒരാൾക്ക് പോലും കിട്ടില്ല. ഭഗവാന്റെ സ്വന്തമായി തീരാൻ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുള്ളൂ. ആ ഗോപികമാരെല്ലാം ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് അത്ര പൂതന ബാലഘാതിനി. ആദ്യം എത്തിയ ആൾ പൂതനയാണ്. എത്ര കാലമായി കംസൻ്റെ കൂടെ അവൾ കഴിയണു. അവൾക്കും ഉണ്ടാവില്ലേ മോഹം എൻ്റെ കൃഷ്ണനെ ഒന്ന് കാണാൻ, ഒന്ന് കൃഷ്ണനായി തീരാൻ, കൃഷ്ണനെ ഒന്ന് ഉമ്മ വയ്ക്കാൻ. എന്തൊക്കെ മോഹങ്ങൾ, ആർക്കാ മോഹമില്ലാത്തത്? അവളും വന്നിട്ടുണ്ടാവുകയായിരിക്കും. എത്രയോ കുട്ടികളെ അവൾ പരീക്ഷിച്ച് നോക്കി. ഓരോ കുഞ്ഞിനെയും കയ്യിലെടുക്കുമ്പോഴേക്കും തന്നെ അവളുടെ ഗന്ധം കൊണ്ട് തന്നെ കുട്ടിയെ മരിച്ചു പോണു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, നേതി 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 നേതി, ഇതല്ല കൃഷ്ണൻ, ഇതല്ല കൃഷ്ണൻ. എൻ്റെ കൃഷ്ണൻ ഒരിക്കലും മരണമില്ലല്ലോ. ആ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ അവസാനം എത്തിച്ചേർന്നത് എവിടെയാണ്? ഗോകുലത്തിൽ വന്നപ്പോൾ എന്താ, മഞ്ജുളാൽ വരെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കണം. പാലും വെണ്ണയും തൈരും കൽക്കണ്ടവും മുന്തിരിയും മിഠായിയൊക്കെ ആയിട്ട് നിൽക്കുക. ഇവിടെ മാത്രമേ ഒന്നും ഇല്ലാണ്ടുള്ളൂ. എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന ആളുകൾ ക്യൂ നിൽക്കണം അത്ര കൃഷ്ണന് കൊടുക്കാനായിട്ട്. എല്ലാവരും കൃഷ്ണനെ കാണണം, കണ്ണന് കൊടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അത്ര. അവൾ നോക്കിയപ്പോൾ എന്താ, ആ ഗോകുലത്തിലെ ഗോപികമാരൊക്കെ എത്രയോ സുന്ദരിമാരാണ്. അപ്പോൾ ഞാൻ മാത്രം ഈ വികൃത വേഷം, കണ്ടാലേ ഭയങ്കരമായിട്ടുള്ള രൂപം, ഖേചരിയാണ്. ആകാശത്തിൽ കൂടിയ സഞ്ചാരം, ഭൂമിയിൽ നിലത്ത് മുട്ടുകയില്ല കാല്.
അങ്ങനെയാണ് നടപ്പ് തന്നെ. പിന്നെന്താ, എന്തെങ്കിലും ഗുണം അവൾക്ക് പറയാനുണ്ടോ? ശ്രീശബ്രഹ്മർഷി പറഞ്ഞു, പൂതന മനസ്സേ ശുദ്ധമല്ല, ലോകപാലഘ്നി. ഇനി എന്തെങ്കിലും കർമ്മശുദ്ധി ഉണ്ടോ? അതില്ല. കുട്ടികളെ കൊല്ലലാണ് മെയിനായിട്ടുള്ള ജോലി. പിന്നെ എന്താ, രുതിരാശന. കഴിക്കണത് എന്താ? രക്ത കുടിക്കണതല്ല, കരിക്ക് കുടിക്കും പോലെ രക്ത കുടിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ എന്താ ഗുണം? രാക്ഷസി. രാത്രിയിലാണ് അവരുടെ യാത്ര മുഴുവനും. അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വരൂപം. ഇങ്ങനെ കർമ്മശുദ്ധിയില്ല, വംശശുദ്ധിയില്ല, മനഃശുദ്ധിയില്ല, ആഹാരശുദ്ധിയില്ല. ഇതൊക്കെ വേണ്ട ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മതി. ഒന്നുമില്ലെങ്കിൽ മനഃശുദ്ധി ഉണ്ടാവുക, അതില്ലെങ്കിൽ വേണ്ട വംശശുദ്ധി ഉണ്ടാവുക. അതും പറയാനില്ല. കർമ്മശുദ്ധി ഉണ്ടാവും, അതും പറയാനില്ല. ഇങ്ങനെ നോക്കിയാൽ യാതൊരു തരത്തിലും ഇനി ആഹാരമെങ്കിലും വെജിറ്റേറിയൻ കഴിച്ചാൽ തരക്കേടില്ല. അതില്ല. കരിക്ക് വെട്ടും പോലെ വെട്ടേണ്ട, തല വെട്ടിയാൽ രക്തം കുടിച്ചുകൊണ്ട് നടക്കുക, രുധിരാശന. ഇങ്ങനെയാണെങ്കിലും അവൾ എത്തിച്ചത്, അവൾ വന്നത് എവിടെയാ? എൻ്റെ കണ്ണനെ കാണാൻ, കണ്ണന് കൊടുക്കാനായിട്ടാണ്. എന്തേ കൊടുക്കാനുള്ളത്? അതെൻ്റെ വിഷമാകുന്ന മനസ്സ് മാത്രം. അവൾ അതിനു വേണ്ടിയിട്ട് വന്നു എന്ന് മാത്രമല്ല, അവൾ വന്ന് നോക്കുന്ന സമയത്ത് ഇത്രയധികം സുന്ദരിമാരാണെങ്കിൽ എന്നാൽ ഞാനും അടുത്ത ബ്യൂട്ടി ക്ലിനിക്കിൽ പോയിട്ടൊന്ന് വേഷം മാറിയേക്കാം. അവളും എത്ര പെട്ടെന്നാണ് വേഷം മാറിയെന്നാണ് ഇവിടെ പറയുക. വൽഗുസ്മിതാപാംഗവിസർഗവീക്ഷിതയ്യ മനോഹരന്തിം വനിതാം ഭജൗകസാം. നല്ല ഇളം പുഞ്ചിരി, നല്ല കടക്കണ നോട്ടത്തോട് കൂടിയിട്ട് അതിസുന്ദരിയായിട്ട് അവൾ മാറിയെന്നാണ്. മാറ് മാത്രമല്ല, കാമചാരിണി എന്ന് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. യോഷിത്വ മായയാത്മാനം ഭാവിച്ചൽ കാമചാരിണി. ആഗ്രഹം പോലെ വേഷം മാറാൻ കഴിവുള്ളവളാണ്. അതുകൊണ്ടാണ് കാമചാരിണി. അവൾ ആ വേഷത്തിൽ വന്നു എന്ന് മാത്രമല്ല, നല്ല പുഞ്ചിരി മാത്രമല്ല, കയ്യിലൊരു താമരപ്പൂവൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് അവളുടെ വരവ് കണ്ടപ്പോൾ മനോഹരന്തിയും വനിതാം വ്രജൗകസാം. ആ വ്രജത്തിലെ സുന്ദരിമാരായിരിക്കുന്ന ഗോപികമാരുടെ പോലും മനസ്സിനെ അപഹരിച്ചു. ഇതേതായി വേൾഡ് സുന്ദരി, ഇതേവരെ ഈ വ്രജത്തിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരെണ്ണത്തിന്. ഇപ്പം ഞങ്ങളെക്കാളൊക്കെ സുന്ദരി വേറെ ഉണ്ടല്ലേ. ഓരോ ഗോപിയെയും അവളെ തുറച്ച് നോക്കുമ്പോൾ അവൾക്ക് തന്നെ നാണം തുടങ്ങിയെന്നാണ്. അവൾ എന്ത് ചെയ്തു? അവളും ക്യൂവിൽ ഏറ്റവും പിന്നിൽ പോയിരുന്നു. ഞാനും എത്തുള്ളൂ ഒരിക്കൽ. ക്യൂവിൽ നിന്നാൽ ഭഗവാന്റെ അടുത്ത് എത്തും. അങ്ങനെ ഇടയ്ക്ക് കയറാൻ പോയാലോ തല്ലിക്കൊള്ളുക. അതുകൊണ്ട് അവളും പിന്നിൽ പോയി നിന്നത്രേ. ക്യൂവിൽ നിന്ന് വളഞ്ഞ് 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 അവളും എത്തി അവിടെ കണ്ണൻ്റെ മുമ്പിൽ. എത്തിയ സമയത്ത് എന്താ, യശോദാമ്മയ്ക്ക് തോന്നിയില്ല ഇതേതായി ഗോപിക സുന്ദരി ഒന്നും തോന്നിയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണ് യശോദാമ്മ. കണ്ണനെ ആ ജന്മം നൽകാൻ പറ്റിയെങ്കിൽ അതിലും വലിയ സുന്ദരി വേറെ ആരാ ഉള്ളത്? സുന്ദരനായിരിക്കുന്ന ഭഗവാനെ അല്ലേ ആ യശോദാമ്മ തൻ്റെ അടുത്ത് കിടത്തണത്, തൻ്റെ മാവിടത്ത് കിടത്തണത്. അപ്പോൾ പിന്നെ യശോദാമ്മയുടെ ഭംഗി വേറെ ആർക്കും ഉണ്ടാവില്ല. അതിനേക്കാൾ സുന്ദരിയായിട്ട് അവൾ വേഷം കെട്ടി വന്നിരിക്കണം. അവൾ വന്നു എന്ന് മാത്രമല്ല, തൊട്ടിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ ഒരു അല്പനേരം ഇങ്ങനെ നോക്കി നിന്നു. എന്തൊരഴകാ കണ്ണാ! എത്രയോ കുട്ടികളെ ഞാൻ കണ്ടു, എത്ര കുട്ടികളെ ഞാൻ കൊന്നു, പക്ഷെ ഇത്രയും മനോഹരമായിരിക്കുന്നൊരു ഉണ്ണിയെ കണ്ടില്ലല്ലോ. ചരാചര ആത്മാ സന്നിമീലിതേക്ഷണ. ശ്രീശബ്രഹ്മർഷി പറയാ, പരീക്ഷത്തെ കണ്ണനുണ്ടോ? കണ്ണ് തുറന്ന് കണ്ടാൽ അത് ശരിയാവില്ല. കാരുണ്യാകുലനേത്രം ആർദ്രം. കാരുണ്യാകുലമായിരിക്കുന്ന നേത്രങ്ങളെ കൊണ്ടൊന്ന് നോക്കിയാലേ മതി. അവളുടെ പ്രാരബ്ധം അപ്പോഴേ ഇല്ലാണ്ടാവും. അപ്പോൾ പിന്നെ അവളെ കൊണ്ടുവന്ന് തരണത് എങ്ങനെയാ? അതുകൊണ്ട് കണ്ണൻ എന്ത് ചെയ്തു? ചരാചരാത്മാസ നിമീലിതേക്ഷണ. തൻ്റെ കുഞ്ഞു കണ്ണുകൾ അടച്ച് കപടമായിട്ടുള്ള രീതിയിൽ നല്ല ഉറക്കത്തിലാണ്. കുറച്ച് നേരം അവൾ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടി ഒന്ന് ഇക്കിളിപ്പെടുത്തി നോക്കി. ചുണ്ടത്ത് പിടിച്ചു, കവിളത്ത് പിടിച്ചു, കുഞ്ഞിക്കൈയും കുഞ്ഞിക്കാലൊക്കെ ഒന്ന് ഇളക്കി നോക്കി. കണ്ണനൊന്ന് കണ്ണ് തുറന്നെങ്കിൽ. കണ്ണനുണ്ടോ? കണ്ണ് തുറക്കണു. കണ്ണ് തുറക്കണേ ഇല്ല. കണ്ണ് കടച്ചിടിക്കുക. എന്താണെന്നറിയോ? സജ്ജനങ്ങൾ പറയും, മഹാദേവനോട് ചോദിക്കുകയായിരുന്നു അത്രേ, മഹാദേവ അവിടുന്ന് ഇന്നലെ വിഷം കഴിച്ചില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു വിഷം? അതിൻ്റെ ടേസ്റ്റ് എന്താ? അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മഹാദേവനോട് ചോദിക്കാൻ പോയതാണത്രേ. എന്തും അങ്ങനെയാണ്. ഗുരുവായൂരപ്പന് എന്ത് സംശയം വന്നാലും അപ്പം മഹാദേവനോട് ചോദിക്കും. മഹാദേവൻ എന്ത് സംശയം വെച്ചാലും അപ്പോൾ ഫോൺ വിളിക്കും, ഗുരുവായൂരപ്പ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണ്. അതിൻ്റെ ഒരു ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് മഹാദേവനോട് ചോദിച്ചു അത്ര, ഇന്നലെ വിഷം കഴിച്ചപ്പോൾ വല്ല കുഴപ്പമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല കൃഷ്ണ. മഹാദേവൻ ഇപ്പോൾ ഇവിടെ വരച്ചു വെച്ചേക്കുന്നത് പോലെ നീല നിറമൊന്നുമല്ല. ഇവിടെ ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, തപ്തഹേമ നികായാഭം ശിതികണ്ഠം ത്രിലോചനം. നല്ല സ്വർണം കാച്ചി പഴിപ്പിച്ചാൽ ഏത് നിറമാണോ അതേപോലെ സ്വർണ്ണ നിറമാണ്, തങ്ക നിറമാണ്. ഇനിയിപ്പോൾ അതാ കഥകളിക്ക് കാണാം, ദക്ഷയാഗത്തിന് മഹാദേവൻ്റെ വേഷം കാണാം. പഴുക്കടക്കയുടെ വേഷമാണ് അദ്ദേഹത്തിന്.
ഇപ്പോൾ പഴുക്കടയ്ക്ക എങ്ങനെയാണോ അതേപോലെ സ്വരൂപമാണ് മഹാദേവന്. അല്ലാണ്ട് നീലയും കറുത്തൊന്നുമല്ല, അത് ഈ മൂപ്പര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കറുത്ത സാധനം ഇത് രണ്ടെണ്ണുള്ളൂ, രണ്ടെണ്ണേ കറുത്തേ ഉള്ളൂ, കാളിയും കൃഷ്ണനും മാത്രം. ബാക്കിയൊക്കെ നല്ല സ്വർണ്ണ നഖമാണ്. ഇപ്പോൾ മഹാദേവൻ പറയാ, എൻ്റെ കൃഷ്ണ, ഞാൻ ആ വിഷം കഴിച്ചാണ് തൊണ്ടയിൽ വന്നപ്പോൾ തൊണ്ടയിലേ വന്നുള്ളൂ, അപ്പോൾ അവിടെ ഒരു പാടായിട്ട് അവശേഷിച്ചു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു രുദ്രാക്ഷം ധരിച്ചതാണെന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. കൃഷ്ണൻ അതും അറിയില്ല, കാരണം കറുത്തതല്ലേ, അതുകൊണ്ട് കഴിച്ചോളൂ. ഒരല്പം ചവപ്പൊക്കെ ഉണ്ടാവുന്നുള്ളൂ, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കൃഷ്ണ, കഴിച്ചോളൂ. മഹാദേവൻ പറയേണ്ട താമസം പിന്നെ ഭഗവാൻ ഉത്സാഹമായി. പിന്നെ ആ കുഞ്ഞിക്കായെ കാണിക്കപ്പോഴേക്കും വേഗം അവൾ കയ്യിലെടുത്തു. യഥോരകം സുപ്രദം അബുദ്ധിരജ്യുതി. യഥോരകം എന്നാണ്, വലിയൊരു രാജവെമ്പാലെടുത്ത് മടിയിൽ വെച്ചേക്കാണ് അത്ര, കയറിൻ്റെ കഷ്ണം രജ്ജു. ആ ഭാഗവതം പറയാം, സുപ്രദ യഥോരകം സുപ്രദം അബുദ്ധി രജ്ജുധീഹി. ഒരു കയറിൻ്റെ കഷ്ണമാണെന്ന് വിചാരിച്ച് അവൾ ഈ രാജവെമ്പാലെടുത്ത് തലോലിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര. ശ്രീശുബ്രഹ്മർഷിയുടെ ഭാവം എന്ത് രസമായിട്ടാണ് പറഞ്ഞാണെന്നറിയോ? ഈശ്വരൻ്റെ മഹിമ അറിയാതെ കണ്ട് നമ്മളും മടിയിൽ വെച്ചുകൊണ്ടിരിക്കണില്ലേ. ഭാഗവതത്തിൻ്റെ മഹിമ അറിഞ്ഞാൽ മടിയിൽ വയ്ക്കാൻ പറ്റില്ല ഈ സാധനം എന്നാണ്. മടിയിൽ വയ്ക്കാൻ പാടില്ല എന്നും കൂടെ പറയും. കൃഷ്ണനെ എടുത്ത് മടിയിൽ വയ്ക്കാൻ പാടുണ്ടോ നമുക്ക്? അപ്പോൾ അങ്ങനെ പാടില്ല എന്നൊക്കെ പറയാം, പക്ഷെ നമുക്കിപ്പോൾ അത് പറ്റുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലയിടത്തും എന്താണ് ചെയ്യണമെന്നറിയോ? വായിക്കാനുള്ളവർക്ക് മുമ്പിൽ ഡെസ്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഡെസ്കിൻ്റെ മുകളിൽ ഭാഗവതം വയ്ക്കും. എപ്പോഴും അങ്ങനെ വേണമെന്നാണ് പറയുക. അപ്പോൾ മുമ്പിൽ വയ്ക്കാനേ പാടുള്ളൂ, അല്ലാതെ കണ്ട് മടിയിൽ വയ്ക്കരുത് എന്ന് പറയും ഭാഗവതം. വെറുതെ നിലത്ത് വയ്ക്കാൻ പാടില്ല. കാരണം എന്താ? ഭഗവാനല്ലേ ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി. അതുകൊണ്ടാണ് ഭാഗവതം വായിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? മുമ്പിൽ ഡെസ്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് സമാധാനമായി. കൃഷ്ണനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് നമ്മളതിൻ്റെ താഴെ ഇരിക്കുമ്പോൾ അവിടെ ഒരു വിനയഭാവം വരും അല്ലേ? മടിയിലിരിക്കുമ്പോൾ ഇത് എൻ്റെ പുസ്തകം എന്നൊരു ചിന്ത വരും, എൻ്റെ എന്നൊരു ഭാവം വരും, അവിടെ അഹങ്കാരം വരുന്നതാണ്. അപ്പോൾ ഈശ്വരനെ ഭഗവാനെ എപ്പോഴും അതിൻ്റെ മഹിമ അറിയുമ്പോഴാണ് നമുക്കിതൊക്കെ തോന്നുക. മഹിമ തോന്നാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ തോന്നും അല്ലേ? അതിനാണ് ഒന്നില്ലെങ്കിൽ വ്യാസപീഠമെങ്കിലും വേണം, അതിൻ്റെ മീതെ ഭാഗവതം വയ്ക്കാൻ പാടുള്ളൂ. ഇതൊക്കെ കുറേ നിയമങ്ങൾ ഇതിൻ്റെ പഠിക്കാനുണ്ട്, ഭാഗവതം വായിക്കുന്നതിനൊക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് ഗുണമുണ്ടാവുക എന്നർത്ഥം. ഇല്ല, ഗുണമില്ല അല്ല കേട്ടോ, ഭാഗവതം വായിക്കുന്നതേ ഗുണമാണ്, ഇല്ല അല്ല. എന്നാലും പറയാതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, ചില നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ആവശ്യമാണെന്ന് പറയാം. എന്തായാലും ഇവിടെ ആ ഉണ്ണികൃഷ്ണനെടുത്ത് അവൾ മടിയിൽ വെച്ചോടുകൂടി തീഷ്ണചിത്താം അതിവാമചേഷ്ടിതാം. ശ്രീശബ്രഹ്മർഷി പറയാം, അവളുടെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹൃദ്യമായ പെരുമാറ്റം ഒക്കെ ആണെങ്കിലും എങ്ങനെയുള്ളവളാണ്? തീഷ്ണചിത്താം, എന്തെന്നില്ലാത്ത ക്രൂരമായിരിക്കുന്ന ഒരു മനസ്സാണ് അവൾക്ക്. മനസ്സിനെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. പുറമേ കാണുന്ന പുഞ്ചിരിയും ആകാരമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അയാൾ നല്ല മനുഷ്യനാണെന്ന് പറയാം. അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയണത് ഇയാൾ ഇത്ര ദുഷ്ടനാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. പുറമേ സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നല്ല മനുഷ്യനായിരിക്കും, പുറമേ കാണുന്ന സൗന്ദര്യം ഉള്ളിലുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മനസ്സിലായി ഇത്ര ദുഷ്ടനാണെന്ന്. ഇവിടെ ഉള്ളു ദുഷ്ടമാണെങ്കിലും പുറമേ അതിസുന്ദരമായിരിക്കുന്ന അതിവാമ ചേഷ്ടിതാം, സുന്ദരമായിരിക്കുന്ന ഹൃദ്യമായിരിക്കുന്ന പെരുമാറ്റം നമുക്ക് ആ കണ്ണനെ മടിയിലിരുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവസരേ ഖലു തത്ര ചകാചന വ്രജപതേ മധുരാകൃതിരംഗണ തരളക്ഷൽപതലാളിത കുണ്ടല കപട്ടപ്പോതകത്തെ നികടം ഗജ. മേൽപ്പത്തൂരിൻ്റെ മനോഹരമായിരിക്കുന്ന വാക്കാണ് കപട്ടപ്പോതകത്തെ നികടം ഗജ. കപടാത്മനേ നമ. 2 കപടവേഷങ്ങൾ. ഭഗവാൻ വേഷം കെട്ടി വന്നേക്കല്ലേ, കപട വേഷം കെട്ടി കൃഷ്ണ രൂപത്തിൽ വന്നിരിക്കണു. അവളും എന്ത് ചെയ്യിക്കണു? ഒരു സുന്ദരിയുടെ വേഷത്തിൽ വന്നേക്കണു. തൻ്റെ സ്വസ്വരൂപം മറച്ചുകൊണ്ട് മായാവേഷത്തിൽ വന്നിരിക്കുകയാണ്. ഇതാണ് മായ. ഇതിനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. പലപ്പോഴും ഈ മായാരൂപത്തിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, ഇത് മായയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന ഭാവത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ നമുക്ക് മായയും അറിയില്ല, ഭഗവാന്റെ ശരിയായിരിക്കുന്ന സ്വരൂപത്തിനെ അറിയില്ല. ഇപ്പോൾ രൂപമില്ലാത്ത ഈശ്വരൻ സുന്ദരമായിരിക്കുന്ന ഒരു കൊച്ചുണ്ണിയായിട്ട് വന്നേക്കണം. തൻ്റെ മായ കൊണ്ട് യോഗമായാം ഉപാശ്രിത, യോഗമായയെ ആശ്രയിച്ചുകൊണ്ട് സുന്ദരമായിരിക്കുന്ന രൂപത്തിൽ ഭഗവാൻ വന്നിരിക്കണം. അതേപോലെ തന്നെയാണ് അവളും തൻ്റെ രാക്ഷസീഭാവത്തിനെ മറച്ചുകൊണ്ട് ഒരു ഗോപികയുടെ വേഷത്തിൽ അവളും വന്നിരിക്കണം. ഇത് തന്നെയാണ് ഈ 2 ഭാവങ്ങളെ നമുക്ക് ഭാഗവതം ഭംഗിയായിട്ട് കാണിച്ചു തരാം. നമ്മളാകുന്ന ജീവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. എന്തുകൊണ്ടാണ്? ഈ ശരീരബോധം കൊണ്ട് ഞാൻ ഇന്ന ആളാണ്. ഈ ശരീരബോധം വരുമ്പോൾ ശരിയായിരിക്കുന്ന നമ്മുടെ രൂപത്തിനെ തിരിച്ചറിയാതെ കണ്ടായിത്തീരണം.
ഈ ശരീരം വിട്ടുപോകുമ്പോൾ ശരിയായിരിക്കുന്ന രൂപം പ്രകാശിക്കും. അതേപോലെ തന്നെ ഇവിടെയും അവളുടേതായിരിക്കുന്ന ആ വൃത്തികെട്ടതായിരിക്കുന്ന ആ മോഹിപ്പിക്കുന്നതായിരിക്കുന്ന ആ ശരീരബോധം പരിപൂർണമായിട്ട് കളയലാണ് ശരിക്കും പറഞ്ഞാൽ പൂതനാമോക്ഷം എന്ന് പറഞ്ഞാൽ. എവിടേക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കൃഷ്ണനെ കിട്ടണമെങ്കിൽ ഈ ശരീരബോധം പോകണം. ഇനി ഭാഗവതം കാണിച്ചു വരുന്നതെല്ലാം അത് തന്നെയാണ്. ശരീരബോധം പോയി കഴിയുമ്പോൾ ശരീരബോധത്തിൽ നിന്നാണ് ഞാനെന്ന അഹങ്കാരം പൊങ്ങി വരിക. എല്ലാ വിചാരങ്ങളും എല്ലാം പൊങ്ങി വരുന്നത് ഞാൻ എന്നുള്ള ഈ അഹങ്കാരമാണ്. അതിനെയാണ് ഭഗവാൻ ഇതാ വലിച്ചെടുക്കുന്നത്. അതിങ്ങോട്ട് പോന്നാൽ പിന്നെ എന്തായി? തൻ്റെ തനിയായിരിക്കുന്ന സ്വരൂപത്തിനെ അപ്പോഴാണ് അവൾ കൃഷ്ണനെ മനസ്സിലാക്കുക, അപ്പോഴാണ് അവൾ കൃഷ്ണനെ അറിയുക. അതോടുകൂടിയാണ് അവൾ കൃഷ്ണനായി തീരുക. നമുക്കൊക്കെ അങ്ങനെ ആയി തീരണം. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ കെയർ ഓഫ് കൃഷ്ണൻ, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ കൃഷ്ണൻ്റെ കെയർ ഓഫിൽ വന്നവരാണ്. നമ്മളൊക്കെ കൃഷ്ണൻ്റെ കുടുംബാംഗമാണ്. നമ്മളൊക്കെ കൃഷ്ണൻ തന്നെയാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ വരണം. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ ഭാര്യ, ഭർത്താവ്, മകൻ, മകള്, ഈ ചിന്ത വരും. അതെല്ലാം പോയി കിട്ടണം. അത് ഭാഗവതം എത്ര രസമായിട്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാമെന്നറിയോ? കഥാരൂപത്തിൽ കൂടി നമ്മുടെ മനസ്സ് പൂതമാവണോ, ശുദ്ധമാവണമെങ്കിൽ ഈ ദുഷിച്ചതായിരിക്കുന്ന ഈ ദേഹാഭിമാനത്തിനെ കളയെ തന്നെ വേണം. അവൾ കൊടുത്തതും എന്താണ്? ഈ ദേഹാഭിമാനമാകുന്ന മനസ്സിനെ കണ്ണാ നിനക്ക് തരണമെന്നാണ്. അവൾ സ്തന്യം കൊടുത്തു എന്നാണ് പറയുക. സ്തനങ്ങൾ ആ കുഞ്ഞു വായിൽ വെച്ച് കൊടുത്തു. പൂതനാസ്തനം പാഞ്ചജന്യമിവ പൂതനാസ്തനം. പാഞ്ചജന്യം പോലെ ഭഗവാൻ അതിനെ രണ്ട് കുഞ്ഞു കൈ കൊണ്ടും പിടിച്ച് ആ സ്തനങ്ങളെ പിടിച്ചുകൊണ്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങി. കുടിച്ചോടുകൂടി എന്താണ് അവളുടെ നല്ലതായിട്ടുള്ളത്? അത് പ്രാണനാണ്. ആ പ്രാണനെ കൃഷ്ണനാക്കി മാറ്റുകയാണ് ഭഗവാൻ. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് ചെന്നാൽ ഭഗവാൻ ദേഹാഭിമാനത്തിനെ കളഞ്ഞുകൊണ്ട്, ഈ ദേഹം കൊണ്ടല്ലേ അവൾ സുന്ദരിയായിട്ട് വന്നത്, ആ ദേഹാഭിമാനത്തിനെ കളഞ്ഞുകൊണ്ട് അവളെ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തിലേക്ക് ആക്കി മാറ്റുന്ന നരൻ നാരായണനായി മാറുന്ന, നാരി നാരായണനായിട്ട് മാറുന്ന സുന്ദരമായിരിക്കുന്ന കാഴ്ച ഭാഗവതം നമുക്ക് കാണിച്ചു തരിക. അവൾ എന്ത് ചെയ്തു? ആ ഭഗവാന്റെ ചുണ്ടിലേക്ക് തൻ്റെ സ്തനങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട താമസം ഭഗവാൻ വലിച്ചു കുടിച്ചു. പ്രാണൈ സമം, പ്രാണനോടുകൂടി അങ്ങോട്ട് വലിച്ചെടുത്തപ്പോഴേക്കും അവൾക്ക് ആ ശരീരവേദന തുടങ്ങി. സാ മുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഠ്യമാനാഖില ജീവമർമ്മണി വിവൃത്തനേത്രേ ചരണോ ഭുജോ മുഹു പ്രസിന്നഗാത്രാക്ഷിപതി രുരോദ. ഈ പ്രാണനെ ഓരോന്നിനെയായിട്ട് വലിച്ച് ഭഗവാൻ എടുക്കാൻ തുടങ്ങി. അഞ്ച് പ്രാണനുണ്ട്, 10 പ്രാണനുണ്ട് ശരിക്ക്. മുഖ്യപ്രാണൻ ഏതാ? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ആ 5 പ്രാണനെയും വലിച്ചെടുത്തോടുകൂടി ഉപപ്രാണന്മാരും പിന്നാലെ പോന്നോളും. എല്ലാ പ്രാണനെയും വലിച്ചെടുത്തോടുകൂടി അവളുടെ ശരീരം വലിയൊരു പർവ്വതം കണക്കി അങ്ങോട്ട് വീണു എന്നാണ്. ചൂണയാമാസ രാജേന്ദ്ര. എത്രയോ കിലോമീറ്റർ കണക്കിനുള്ള ആ വൃക്ഷലതാദികളൊക്കെ പൊടിയായിട്ട് മാറി വലിയൊരു പർവ്വതം താഴത്ത് വീണതുപോലെ തോന്നി അത്ര. എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ എന്താ? അതിഭയാനകമായിരിക്കുന്ന ഒരു സ്വരൂപം കിടക്കണം. പ്രാണം ഭഗവാനിൽ ലയിച്ചാൽ നമ്മുടെ സ്വരൂപം ഇത് തന്നെയാണ്. ഈ പ്രാണം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സുന്ദരനും സുന്ദരിമാരുമായിട്ടിരിക്കുന്നത്. ഇത് പോയാൽ പിന്നെ നമ്മളെ കണ്ടാൽ പേടിയാവില്ലേ? എൻ്റെ അച്ഛനായാലും അമ്മയായാലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഉള്ളിലെ സാധനം അവിടെ പോയാൽ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഒന്ന് അടുത്തിരുന്നോളൂ കേട്ടോ, കുറച്ച് നേരം തൊട്ടുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ കാര്യം. തൊടാണ്ട് മാറിയിരിക്കുക. അതിനാണ് വിളക്ക് കത്തിച്ച് വെച്ചേ. അങ്ങോട്ട് തൊടരുതെന്ന് വിചാരിച്ചിട്ടാണ്. തൊട്ടപ്പോൾ തന്നെ നമ്മളാകെ ഇടുകിടെ അപ്പോഴേ വിറച്ചു കൊടുക്കും. രാത്രി പിന്നെ മെട്ടലയും മാറില്ല. അപ്പോൾ അതിങ്ങനെ ഇരിക്കുമ്പോൾ തൊടുന്നത് പോലെയല്ല. പ്രാണം പോയാൽ പിന്നെ നമ്മുടെ രൂപം തന്നെ ഭയാനകമാണെന്നർത്ഥം. നമ്മുടെ സൗന്ദര്യമൊക്കെ ഉള്ളത് ഉള്ളിലിരിക്കുന്ന സുന്ദരൻ്റെ മിടുക്കൊണ്ടാണ്. അതിനെ നമ്മൾ തിരിച്ചറിയില്ല. അതായി തീരലാണ് പൂതനയുടെ ആവശ്യം. ഞാൻ എന്തിനാ കണ്ണാ ഈ വേഷം മാറി ഇങ്ങനെ നടക്കണത്? നീയായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് തീരാൻ സാധിച്ചാൽ പിന്നെ എനിക്ക് വേഷങ്ങളൊക്കെ അഴിച്ചു വയ്ക്കാമല്ലോ കൃഷ്ണ. അവരുടെ മോഹം അതായിരുന്നു. നമുക്കൊരിക്കലും അതൊന്നും തിരിച്ചറിയാറില്ല എന്നാണ്. നമുക്കതേപോലെ പൂതനെ പോലെ ആവാൻ മോഹവുമില്ല. നമ്മളവളെ ദുഷ്ടകഥാപാത്രമായിട്ട് പറയുമ്പോൾ ഭാഗവതം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഭാവത്തിൽ ആദ്യം തന്നെ അവളെ കാണിച്ചു തരിക. എന്തുകൊണ്ടാണ്? എന്തിനാ കണ്ണാ? എത്രയോ ജന്മങ്ങളിൽ എത്രയോ വേഷം കെട്ടിക്കഴിഞ്ഞിരിക്കണു. ഇനിയൊരു വേഷം കെട്ടാതെ കണ്ടിരിക്കാൻ നീയായി തീരാൻ മോഹിക്കണു. ആ തന്മയീഭാവത്തിന് മോഹിച്ചു.
ആ മോഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. അതാണ് മോക്ഷം. പൂതന മോക്ഷം എന്നാ പറയാ. പൂതനെ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവളുടെ മോഹം എന്താ? ഇനി ഒരു ജന്മം വേണ്ടാതെ ഉണ്ടായിത്തീരണം. അതിന് അവൾ മടിയിലല്ല കിടത്തിയത്, തലയിലല്ല കിടത്തിയത്. അവൾ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ ആ പ്രാണൻ ഭഗവാനുമായിട്ട് ഇതാ ഒട്ടിച്ചേർന്നു എന്ന് മാത്രം. ഭഗവാനുമായിട്ട് ചേർന്നതോടുകൂടി അവളുടെ ശരീരം എത്രയോ കഷ്ണങ്ങളാക്കി കത്തിച്ച് കളയുമ്പോൾ നല്ല അകിലും ചന്ദനവും കത്തിച്ചതുപോലെ സുഗന്ധം പരക്കാൻ തുടങ്ങി. എപ്പോഴാണ് നമുക്ക് കീർത്തി ഉണ്ടാവുക? നമുക്ക് പ്രശസ്തിയും കീർത്തിയും ഇവിടെ അകിലും ചന്ദനവും കത്തിച്ചതുപോലെ സുഗന്ധം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കീർത്തിയും പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ മോഹിക്കാത്തവർ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ വെറുതെ കുടുംബത്തിൽ അടുക്കളയിൽ ഇരുന്നാലും നമുക്ക് മോഹം എന്താ? എനിക്ക് നല്ല പേരുണ്ടാവണം, എനിക്കൊരിക്കലും ചീത്ത പേരുണ്ടാവരുത്, എനിക്ക് നല്ല പേരും പ്രശസ്തി ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം, അല്ലേ? ഇത് മോഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? എല്ലാവർക്കും മോഹമുണ്ട്. ഇതെങ്ങനെ നമുക്ക് സാധിക്കാം? അത് പൂതന നമുക്ക് കാണിച്ചു തരാം. അത് ഭഗവാനോട് കൂടി ചേരുമ്പോഴാണ്, ഭഗവാനെ നെഞ്ചിൽ കയറ്റുമ്പോഴാണ്, ഭഗവാനിൽ ഇഷ്ടമുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനോളം കീർത്തി ഉണ്ടാവുക. അപ്പോൾ ഭഗവാൻ നമ്മളെ ഉയർത്തുന്നർത്ഥം. ഇപ്പോൾ പൂതന എങ്ങനെയോ കിടന്ന ഒരു രാക്ഷസിക്ക് ഇപ്പം എന്തായി എന്നറിയോ? എത്രമാത്രം കൃഷ്ണനോളം സ്ഥാനം അവർക്ക് കൊടുത്തില്ലേ? എത്ര കാലം കഴിഞ്ഞാലും കൃഷ്ണ എന്ന് സ്മരിക്കണമെങ്കിൽ നമ്മൾ പൂതനയെ സ്മരിക്കില്ലേ? കംസനെ സ്മരിക്കില്ലേ? പ്രലംബക ചാണൂര തൃണാവർത്ത മഹാശനേഹി മുഷ്ടിക അരുഷ ദ്യുവത പൂതന കേശി ധേനുകൈ. എത്ര എത്ര ആളുകളാണ്! അവരെല്ലാം ഭഗവാനെ മോഹിച്ചവരാണ്, ഭഗവാനായി തീർന്നവരാണ്. അവരെല്ലാം കണ്ണൻ്റെ പാദത്തിൽ എത്തിച്ചേർന്നെങ്കിൽ അവരെല്ലാം ഒരിക്കലും മരിക്കാത്ത മാതിരി മൃത്യോർമ്മ അമൃതം ഗമയ, അമൃതഭാവത്തിലേക്ക് എത്തിയെങ്കിൽ നമുക്കും അതേപോലെ എത്താൻ സാധിക്കില്ലേ? പൂതനാമോക്ഷം നമുക്ക് കാലത്തെ തന്നെ നല്ല കഥയാണ് നമുക്ക് പറഞ്ഞു തരാം. ഇതേപോലെ കീർത്തിയും എല്ലാം വേണമെന്ന് മോഹമുണ്ടെങ്കിൽ ഈ മനസ്സിനെ കൊടുത്തോളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. നാരായണായേതി സമർപ്പയാമി. അങ്ങനെ ഒരു ജീവിതം നയിച്ചോളൂ. നമ്മളറിയാണ്ട് നമ്മളെ ലോകം അറിയും. അത് കുപ്രസിദ്ധിയല്ല, സുപ്രസിദ്ധി തന്നെ നമുക്കുണ്ടാക്കും, നമുക്ക് നല്ലത് തരും എന്ന് പറയുകയാണ്. അങ്ങനെ അവളുടെ മോഹം സാധിച്ചു കൊടുത്തു. ഭഗവാനായി തീരാൻ ആ അദ്വൈത ഭാവത്തിലേക്ക് അവൾ എത്തിച്ചേർന്നു എന്ന് പറയാം. പിന്നെ എന്തായി? കണ്ണനെ കൊണ്ടുപോയി അവർ പഞ്ചവ്യം തൊട്ട് ജപിച്ചു. ഇന്ദ്രിയാണി ഋഷികേശോ പ്രാണൻ നാരായണോവതു ശ്വേതദ്വീപവതി ചിത്തം മനോ യോഗേശ്വരോ അവതു പ്രശ്നികഭസ്തുതേ ബുദ്ധിമാത്മാനം ഭഗവാൻ പര ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ വദന്തമവ്യാൽ വൈകുണ്ഠാസീനം ത്വാം ശ്രയപ്പതി ഭുഞ്ജാനം യജ്ഞഭുക്പാതു സർവഗ്രഹഭയങ്കര. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം വിഷ്ണവേ നമ, ഓം ഗോവിന്ദായ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഭഗവാന്റെ 12 നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന് തന്നെ ഒരു രക്ഷ കൊടുത്തു. കണ്ണനെ സൈന്യമൊക്കെ കൊടുത്ത യശോദാമ്മ തൊട്ടിൽ കിടത്തി ഉറക്കി എന്ന് പറയാം. അതേപോലെ നമ്മുടെ മനസ്സും ഈ പൂതനയെ പോലെ ഭഗവാനോടുകൂടി ചേരുമ്പോഴാണ് പൂതാത്മാ പരമാത്മാ ച. ഇവിടെ കൊണ്ടുവയ്ക്കുന്ന പൂവാണെങ്കിലും അത് വെറുതെ നമുക്കെടുത്ത് തന്നാൽ നമ്മൾ പറയും അതൊന്നും അവിടെ ചാർത്തിയ പൂ തരായിരുന്നില്ലേ, എന്നാൽ അതിനൊരു ഗുണമുണ്ട് അല്ലേ? അപ്പോഴേ അത് നിർമ്മലമാവുള്ളൂ, നിർമാല്യമാവുള്ളൂ. അല്ലാത്ത പൂവിന് എന്താ ഗുണമുള്ളത്? ഒരു പൂവില്ല, ഒരു ഗുണമില്ല. ചെടിയിൽ നിൽക്കുമ്പോൾ തന്നെ അത് ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് വരുമ്പോഴേക്കും അത് നിർമാല്യമായി അല്ലേ? തിടപ്പള്ളിയിൽ വെക്കുന്നത് ചോറും പായസവും ഒക്കെ ശ്രീലകത്ത് പോയി വരുമ്പോൾ എന്തായിട്ട് മാറി? ആ ചോറും പായസവും തരുന്നല്ല നമ്മൾ പറയാം. പിന്നെ എന്താ? പ്രസാദമായോ? അത് പ്രസാദമായിട്ട് തീരും അല്ലേ? ഭഗവാൻ അഭിഷേകം ചെയ്തതായിരിക്കുന്ന വെള്ളം കിണറ്റിലെ വെള്ളമാണ്, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എന്നൊക്കെ നമുക്കറിയാം. അത് തന്നെ മൂപ്പര് മുക്കി തരണമെന്നൊക്കെ നല്ല നിശ്ചയമുണ്ട്. പക്ഷേ അത് ശ്രീലകത്ത് പോയി വരുമ്പോഴേക്കും അതിൻ്റെ ഭാവം മാറി അത് തീർത്ഥമായിട്ട് മാറണം അല്ലേ? ഏതും അങ്ങനെയാണ്. നമ്മളെപ്പോഴാണോ ഭഗവാനോട് കൂടി ചേരണത് അപ്പോഴാണ് നമ്മൾ പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി സുന്ദരമായിരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശകുടാസുരൻ വണ്ടിച്ചക്രമായിട്ട് വന്ന് കണ്ണൻ്റെ കാൽച്ചോട്ടിൽ വന്ന് കിടന്നു. എന്തിനാ? ഈ തൃപ്പാദം വച്ചല്ലേ ബലിയെ അനുഗ്രഹിച്ചത്, ഈ തൃപ്പാദം വച്ചല്ലേ അഹല്യെ അനുഗ്രഹിച്ചത്, ഈ തൃപ്പാദം വച്ചല്ലേ ഇനി കാളിയനെ അനുഗ്രഹിക്കാൻ പോണത്. ആ പാതാരവിന്ദങ്ങൾ
അടിയൻ്റെ ശിരസിലും ഒന്ന് വയ്ക്കണേ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടായിരിക്കും ആ തൃണാവർത്തൻ ആ ശകുടാസുരൻ എന്ന ഉൽക്കജൻ, ആ അസുരൻ ഭഗവാന്റെ കുഞ്ഞു കാലിൻ്റെ ചോട്ടിൽ വന്ന് കിടന്നത്. അമ്മയൊക്കെ മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയം കൊണ്ട് കണ്ണൻ എന്ത് ചെയ്തു? ആ കുഞ്ഞു കാലൊന്ന് തൊട്ടു, അത്രേ വേണ്ടു. ഭഗവാന്റെ കുഞ്ഞു കാല് തൊട്ടാൽ അവൻ എന്തായിട്ട് മാറണു? അവൻ്റെ ശരീരം പൊടിഞ്ഞു പോയി എന്ന് മാത്രമല്ല, അവൻ്റെ ജീവൻ എപ്പോഴോ ഭഗവാന് ചെന്ന് ചേർന്നു. അവന് മറ്റൊന്നും മോഹമില്ല. കൈകൊണ്ട് കൊല്ലണ്ട എനിക്ക്, കൈകൊണ്ട് വേണ്ട എനിക്ക്, അവിടുത്തെ തൃപ്പാദത്തിനല്ലേ ഭംഗി കൂടുതൽ. പാദമൂലം തേ കൃഷ്ണ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ. നമ്മളങ്ങനെയല്ലേ ചൊല്ലാറ്? ഭഗവാന്റെ കൈ എൻ്റെ ഹൃദയത്തിൽ കാണണമെന്ന് പറയാറുണ്ടോ? അവിടുത്തെ തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ കാണണമെന്നാണോ പറയുക? അല്ല, ഭഗവാന്റെ ഉത്തമാംഗം അവിടുത്തെ പാതാരവൃന്ദങ്ങളാണ്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ കാണേണ്ടത്. ഇവൻ മോഹിച്ചതും ആ ബലിയെ പോലെ തന്നെ ആ തൃപ്പാദങ്ങൾ അടിയൻ്റെ ശിരസിൽ വെച്ചൊന്ന് അനുഗ്രഹിക്കോ കണ്ണാ. ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചോടുകൂടി അവൻ്റെ ദേഹാഭിമാനം പൊടിഞ്ഞു പൊടിയായിട്ട് മാറി അവൻ ഭഗവാനായിട്ട് ചേർന്ന് കഴിഞ്ഞിരിക്കണം. ഇതറിഞ്ഞ തൃണാവർത്തനും വലിയ കൊടുങ്കാറ്റായിട്ട് വന്ന് ഗോകുലം മുഴുവനും പറത്തി കൊണ്ടുപോകാൻ ശക്തിയോടുകൂടി വന്നു. എപ്പോൾ വേണമെങ്കിലും എല്ലാവരെയും കൊണ്ടുപോകുമായിരുന്നു. നമ്മൾ കാണാറില്ലേ ചിലപ്പോൾ വീഡിയോകളൊക്കെ, വിദേശത്തൊക്കെ നടക്കുന്ന ഓരോ കൊടുങ്കാറ്റുകൾ എല്ലാം പറത്തിക്കൊണ്ട് പോകുന്ന അതിഗംഭീരമായിരിക്കുന്ന കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റൊക്കെ വരുന്നത്. അതിനേക്കാൾ കേമമായിട്ട് അയാൾ വന്നെങ്കിലും ഒരു പശുവിനെ അല്ല, ഒരു പുല്ലിനെ പോലും അയാൾ കൊണ്ടുപോയില്ല. അയാൾക്ക് ഒരാളെ മാത്രമേ വേണ്ടൂ. ആരെയാ? കൃഷ്ണനെ മാത്രം. യശോദാമ്മയെ കൊണ്ടുപോയില്ല, നന്ദഗോപരെ കൊണ്ടുപോയില്ല. അതേപോലെ കണ്ണനെ പോലെ എത്രയോ കുഞ്ഞു കുട്ടികളുണ്ട്. ഒരാളെ പോലും അവന് ആവശ്യമില്ല. ഒന്നിനെ മാത്രമേ വേണ്ടൂ. ഈ ലോകത്തിൽ ആനന്ദം നൽകുന്ന ഒന്ന് മാത്രം. നമുക്ക് ആശ്രയിക്കാനും സങ്കടങ്ങൾ പറയാനും നമുക്കിതാ കെട്ടിപ്പിടിക്കാനും പറ്റിയ ഒരേ ഒരാൾ, അതെൻ്റെ കൃഷ്ണനല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? അവൻ അതുകൊണ്ട് തന്നെ ആ കണ്ണനെ കൊണ്ട് ആകാശവീഥിയിലേക്ക് പോയി. എത്രയോ ദൂരത്തേക്ക് അവന് പോയി കഴിഞ്ഞിരിക്കണു. എന്തിനാ? അവനുമുണ്ട് പറയാൻ. ഗുരുവായൂരോ മനക്കണ്ണ നിന്നോടല്ലാതാരോടു പറയുമെൻ മോഹം, ആരോടു പറയുമെൻ മോഹം. അവനും ഉണ്ടാവില്ലേ മോഹങ്ങളൊക്കെ? നമുക്ക് മാത്രമാണ് മോഹം? അതൊന്നല്ല, എല്ലാവർക്കും ഉണ്ട്. മോഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് അർത്ഥമുള്ളത്? ആ കാറ്റിന് മോഹം ഉണ്ടാവും. ആ കാറ്റ് കൊണ്ടുപോയി മോഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ പതുക്കെ തൻ്റെ കുഞ്ഞു കൈ അവൻ്റെ കണ്ടത്തിൽ വെച്ചു. അത്രേ ഉണ്ടായുള്ളൂ. അതോടുകൂടിതാ ആ ഭീകരമായിരിക്കുന്ന രൂപം, അവയവങ്ങളൊക്കെ ശിഥിലമായി വിശീർണ സർവാവയം കരാളം, വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശലേണ വിദ്ധം ശ്രയോ രുദത്യോ ദൃശുസമേതാ. അവൻ്റെ ശരീരം തന്നെ പൊടിഞ്ഞു പോയെന്ന് മാത്രമല്ല, അവൻ ഭഗവാനിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞിരിക്കണു. ആ യശോദാമ്മ കുറേ കരഞ്ഞു നടന്നു. എൻ്റെ കണ്ണൻ എങ്ങടാ പോയത്? പൊടിയൊക്കെ അടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ, ആ കണ്ണൻ ഒരു കുഴപ്പമില്ലാതെ കണ്ട് അവിടെ കിടപ്പുണ്ട്. ആ കൃഷ്ണനെ വാരിയെടുത്തു. ഇതേപോലെയാണ് നമ്മുടെ മനസ്സ്. ഈ കൊടുങ്കാറ്റ് പോലെ എപ്പോഴും സദാസമയത്ത് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സ്, അല്ലേ? എപ്പോഴും നോക്കിക്കോളൂ, എവിടെയെങ്കിലും ഒരു സ്വസ്ഥതയുണ്ടോ നമ്മുടെ മനസ്സിൽ? എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിന് എപ്പോഴാണ് നമുക്ക് സമാധാനം വരിക? നമ്മുടെ മോഹങ്ങളൊക്കെ ഈ മനസ്സുകൊണ്ട് വേണം സാധിച്ചു തരാൻ. അതിനെന്തേ മാർഗം? ഇതേപോലെ അടങ്ങണം, ഒതുങ്ങണം. എല്ലാം അടങ്ങി ഒതുങ്ങുമ്പോൾ ഭഗവാനെ കൺകുളൊക്കെ കാണാൻ പറ്റും. യശോദാമ്മയും കരഞ്ഞു നടന്നതെല്ലാം ആ മനസ്സിൻ്റെ വ്യഥകളാണ്. അതെല്ലാം അടങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണനെ കിട്ടി. മനസ്സ് ചഞ്ചലമായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും ഭഗവാനെ കാണില്ല. മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് ഗുരുവായൂരപ്പനെ കിട്ടുക. അവനും മനസ്സ് ഏകാഗ്രമായപ്പോഴാണ് കൊണ്ടുപോയത്. ഞാനൊന്ന് കൊണ്ടുപോകാൻ അവന് സാധിച്ചത്. ഏകാഗ്രമായിട്ട് വന്നു. ഒന്നിൽ മാത്രം അവൻ്റെ ശ്രദ്ധ വന്നു. കൃഷ്ണൻ മാത്രം തൻ്റെ ചിന്തയിലും. ഹസ്തേ ച കൃഷ്ണേ ചിത്തേ ച കൃഷ്ണ നയനേ ച കൃഷ്ണ സകലേ ച കൃഷ്ണ. കയ്യിലും മനസ്സിലും കണ്ണിലും എല്ലാത്തിലും കൃഷ്ണൻ മാത്രമേ അവൻ കണ്ടോളൂ. മറ്റൊരാളെയും ഗോകുലത്തിലെ മറ്റൊന്നിനെയും അവൻ കണ്ടില്ല, കൃഷ്ണനെ മാത്രം. അങ്ങനെ മനസ്സ് ഏകാഗ്രപ്പെട്ടപ്പോഴാണ് അവന് കൃഷ്ണനെ കൊണ്ടുപോകാൻ സാധിച്ചത്. യശോദാമ്മയ്ക്ക് പൊടിപടലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണനെ കിട്ടിയത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം.
ഒന്ന് അസുരനാണെങ്കിലും അയാളുടെ മനസ്സ് ഏകാഗ്രമായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് വേഗം കൃഷ്ണനെ കിട്ടി. യശോദാമ്മയ്ക്ക് എത്രയോ നേരം അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. കാരണം മനസ്സ് ശിഥിലമായിപ്പോയി. ശിഥിലമായിരിക്കുന്ന മനസ്സിൽ ഒരിക്കലും ഗുരുവായൂരപ്പനെ കിട്ടില്ല. മനസ്സ് ഏകാഗ്രമാക്കുമ്പോഴാണ് എല്ലാ പൊടിപടലങ്ങളും എല്ലാ ചിന്തകളും ഒക്കെ അടങ്ങി ഒതുങ്ങുമ്പോൾ സുന്ദരസുന്ദരനായിരിക്കുന്ന ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ യശോദാമ്മയ്ക്ക് കിട്ടി. യശോദാമ്മയ്ക്ക് പോലും തൻ്റെ സ്വരൂപത്തിനെ കാണിച്ചു കൊടുത്തു. വേഗം ആ കുഞ്ഞു വായൊന്ന് പൊളിച്ചു കൊടുത്തു. അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ആരാണെന്നറിയോ? ഈ ലോകത്തിൻ്റെ മുഴുവനും കർത്താവാണ്, ഭർത്താവാണ്, എല്ലാം ഞാൻ തന്നെയാണ്. ഈ ലോകം തന്നെയാണ് ഞാൻ. വിശ്വം വിഷ്ണു വഷൽക്കാരോ ഭൂതഭവ്യഭവൽഭവം. അത് മനോഹരമായിട്ടിതാ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അദ്വയം ബ്രഹ്മ എന്ന ഭാവത്തിന് അമ്മയ്ക്കിതാ ആ കുഞ്ഞു വായലങ്ങളെ കാണിച്ചു കൊടുത്തോടുകൂടി അമ്മയ്ക്ക് തന്നെ വല്ലാതെ കണ്ടായി. എന്താണാവോ, പൊടി കയറിയിട്ടാവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടതേ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കണ്ണിൽ പൊടി പോയാൽ ചിലപ്പോൾ നമ്മളിതുപോലെ നക്ഷത്രങ്ങളൊക്കെ എണ്ണീന്ന് വരും. ഇത് അതിലും വലിയ ലോകമൊക്കെ കണ്ടോടുകൂടി കണ്ണം വേഗം കുഞ്ഞു വായ അടിച്ചു. അമ്മേ, കൂടുതലൊന്നും കാണണ്ട കേട്ടോ, ഞാൻ ബ്രഹ്മമാണ്. അമ്മ ഉദ്ദേശിക്കുന്നത് പോലെ നിസാരമൊന്നുമല്ല. ആ അമ്മയ്ക്ക് പോലും തൻ്റെ സ്വരൂപത്തിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് വേഗം എല്ലാം ഒതുക്കി ആ ഉണ്ണിക്കണ്ണനായിട്ട് കിടന്നു. ആ ഉണ്ണികൃഷ്ണൻ എന്താ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉറങ്ങിയെന്ന് സുഖമായിട്ട്. പിന്നീട് ആ ഉണ്ണികൃഷ്ണന് നാമകരണമുള്ള ലീലകളാണ്. അല്പം കൂടി വായിച്ചൊക്കെ നമുക്ക് അതിനെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.